രാജ്കോട്ട് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ്. കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ഇന്ത്യയുടെ തുടക്കം. വെറും 33 റൺസ് എടുക്കുന്നതിനകം ഇന്ത്യയുടെ 3 വിക്കറ്റ് വീണു. 10 റൺസുമായി യശസ്വി ജയ്സ്വാളും റൺസ് ഒന്നും എടുക്കാനാവാതെ ശുഭമാൻ ഗില്ലും 5 റൺസുമായി രജത് പട്ടീദാറുമാണ് മടങ്ങിയത്. അതോടെ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ 4ാം വിക്കറ്റിൽ ക്രീസിൽ ഒരുമിച്ച രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലഞ്ചിന് പിരിയുമ്പോൾ 25 ഓവറിൽ 3 വിക്കറ്റിന് 93 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 74 പന്തിൽ 8 ബൗണ്ടറി അടക്കം 52 റൺസുമായി രോഹിത്തും 44 പന്തിൽ 24 റൺസുമായി ജഡേജയുമാണ് ക്രീസിൽ. ഇതുവരെ ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ 60 റൺസിന്റെ കൂട്ടുകെട്ട് നേടിയിട്ടുണ്ട്. ലഞ്ചിന് ശേഷം ഇന്ത്യയെ ശക്തമായ നിലയിലേക്ക് നയിക്കാൻ ഇരുവർക്കും സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അതേസമയം ഇംഗ്ലണ്ടിനു വേണ്ടി മാർക്ക് വുഡ് 2 വിക്കറ്റും ടോം ഹാർട്ട്ലി 1 വിക്കറ്റും വീഴ്ത്തി.